ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ഓൾഡ് രാജേന്ദ്ര നഗറിലെ കോച്ചിംഗ് സെന്ററിലാണ് അപകടമുണ്ടായത്. ഡൽഹി സർക്കാർ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മേയർ ഷില്ലി ഒബ്രോയ്. കനത്ത മഴയെ തുടർന്ന് ഡൽഹി ഓൾഡ് രാജേന്ദ്ര നഗറിലെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിൽ രാത്രി 7 മണിയോടെയാണ് അപകടം. കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിലുണ്ടായ വെള്ളക്കെട്ടിലാണ് 3 വിദ്യാർത്ഥികൾ അകപ്പെട്ടത്. വിവരം ലഭിച്ച അഗ്നിരക്ഷാ സേനയെത്തി ബേസ്മെന്റിലെ വെള്ളം പമ്പ് ചെയ്തു മാറ്റി. തുടർന്ന് NDRF സംഘത്തിന്റെ സഹായത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 30ഓളം വിദ്യാർത്ഥികൾ ബേസ്മെന്റിലുണ്ടായിരുന്നതായും അതിൽ 3 വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടതെന്നും അഗ്നിരക്ഷാ സേന. ഡ്രെയിനേജ് പൊട്ടിയൊഴുകിയതാണ് ബേസ്മെന്റിൽ വെള്ളം നിറയുന്നതിനിടയാക്കിയതെന്ന് മേയർ ഷില്ലി ഒബ്രോയ്. സംഭവത്തിൽ മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തി 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാൻ ഡൽഹി മന്ത്രി അതിഷി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഡൽഹി സർക്കാരിന്റെ വീഴ്ചയാണ് അപകടത്തിന് പിന്നിലെന്ന് BJPയുടെ ആരോപണം. സംഭവം നിർഭാഗ്യകരമെന്ന് രാജ്യസഭാ MP സ്വാതി മാലിവാളും പ്രതികരിച്ചു. 24 ഡൽഹി. ബൽറാം നെടുങ്ങാടിയുടെ ഡൽഹിയിൽ നിന്ന് ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. ബൽറാം, നമുക്ക് അവിശ്വസനീയ തോന്നുന്ന ഒരു അപകടമാണ്. ഇന്നലെ രാത്രിയിൽ ഈ വാർത്ത വരുമ്പോൾ തന്നെ ഒരു ഞെട്ടലായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഇത്രയധികം വിദ്യാർത്ഥികൾ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ആവാത്ത തരത്തിൽ അകപ്പെട്ടു പോയതെങ്ങനെ? ഗോകുൽ, തീർച്ചയായും ഏറെ ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഡൽഹിയിലെ ഓൾഡ് രാജേന്ദ്ര നഗറിലെ കോച്ചിംഗ് സെന്ററിൽ ഉണ്ടായത്. ഈ മേഖല എന്നുള്ളത് നിരവധി സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററുകൾ ഉള്ള ഒരു പ്രദേശമാണ്. ഈ കെട്ടിടങ്ങളിലെ ഭൂരിഭാഗം സെന്ററുകളുടെയും ബേസ്മെന്റ് ആണ് ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സ്ഥലം എന്നുള്ളത്. ഇന്നലെ ഡൽഹിയിലെ ഓൾഡ് രാജേന്ദർ നഗറിലുള്ള IAS അക്കാഡമിയിലാണ്, സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലാണ് ഇന്നലെ രാത്രി ഈ ദാരുണമായ അപകടമുണ്ടായത്. കനത്ത മഴയുണ്ടായിരുന്നു ഡൽഹിയിൽ ഇന്നലെ. അവിടെ ഡ്രെയിനേജിൽ നിന്ന് വെള്ളം ഇരച്ചെത്തി എന്നാണ് കരുതുന്നത്. ഏതായാലും ഈ സിവിൽ സർവീസ് അക്കാദമിയുടെ ബേസ്മെന്റിൽ വെള്ളം നിറഞ്ഞ് 3 വിദ്യാർത്ഥികൾക്കാണ് ജീവഹാനി സംഭവിച്ചത്.